അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാതിരിക്കുന്നവരെ കുറിച്ച് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഫമാ അസ്ബറഹും അലന്നാർ. നരകത്തിന്റെ വിഷയത്തിൽ എന്തൊരു ക്ഷമാലുക്കളാണ് അവർ, എന്തൊരു ധൈര്യമാണ് അവർക്ക് നരകത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, അവർ ഹറാമ് ചെയ്യുന്നത് കണ്ടാൽ തോന്നും നരകം അവർക്കൊരു വിഷയമേ അല്ല. ആ നിലക്കാണ് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ, ഒരാളെ സഹായിക്കുക, വാഹനപ്പുറത്തേക്ക് അയാളെ കയറാൻ സമ്മതിക്കുക, വാഹനപ്പുറത്തേക്ക് അതിന്റെ മത്താ എടുത്തു കൊടുക്കുക, ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, അങ്ങനെ പല ഉപകാരവും പറഞ്ഞു. അപ്പോൾ എനിക്കതൊന്നും പറ്റിയില്ലെങ്കിലോ ഇങ്ങനെ ചോദിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ ഒരാളെയും ഉപദ്രവിക്കാതെ അടങ്ങിയിരിക്കുക, അതൊരു പുണ്യാണ്. ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കലെങ്കിലും എന്താണ്, വലിയ ഉപകാരമാണ്. ഉപദ്രവിക്കാതിരിക്കൽ വളരെ വലിയ ഉപകാരമാണ്. നമുക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും. ഒരു നല്ല വാക്ക് ഭാര്യയോട് പറയാൻ, നമ്മുടെ ഇണകളോട് പറയാൻ, നമ്മുടെ ഭർത്താവിനോട് പറയാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? നല്ല വാക്കുകൾ എന്താണെന്ന് നമുക്കറിയാം, അത് പറയാനുള്ള നാവും നമുക്ക്, എന്നാലും വളഞ്ഞ വാക്കുകളെ പറയൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും നേരെ ചൊവ്വേ വർത്തമാനം പറയുകയും ചെയ്യുക. എല്ലാം കുതർക്കങ്ങളും തർക്കുത്തരങ്ങളും അതാണ് വീടുകളിൽ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല സംസാരങ്ങളെക്കാൾ കൂടുതൽ തർക്കുത്തരങ്ങളാണ്. നിങ്ങളുടെ സദഖകളെക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഒരു പുഞ്ചിരിയാണ്. മനുഷ്യരോടൊന്ന് ചിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പിഴച്ച കക്ഷികൾ മതത്തിൽ നിന്ന് ഭിന്നിച്ചു പോയത് അവർക്ക് പലതും വിശ്വസിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ബുദ്ധിക്കെതിരാണ്, സയൻസിനെതിരാണ്, 21-ാം നൂറ്റാണ്ടിൽ പറയേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കളവാക്കുകയാണ്. അവർ കാത്തിരുന്നു കൊള്ളട്ടെ, മറിച്ച് വിനയത്തോടുകൂടി ഖുർആനിലും ഹദീസിലും സ്വഹീഹായ ഹദീസിൽ വന്നതൊക്കെ സ്വീകരിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് പരമാവധി ജനങ്ങൾക്ക് നന്മ ചെയ്താൽ അവർക്ക് എല്ലാ എളുപ്പത്തിലേക്കും അള്ളാഹു വഴി നടത്തും.